Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്കിൽ ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറിലെ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്, ഒരു ആൻറ്റിക് സിൽവർ കളറിലെ കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പിക്ചർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യേണ്ടത് ആദ്യം ഒരു 3 ഫ്ലവേഴ്സിനുള്ള റൗണ്ട് നിങ്ങൾ വരയ്ക്കുക. 3 ഫ്ലവേഴ്സിനുള്ള റൗണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത ഫ്ലവേഴ്സ് വരുമ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു റൗണ്ടിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് ഒരു ലൈന്, അടുത്ത റൗണ്ടിൽ നിന്നും മുകളിലത്തെ റൗണ്ടിലേക്ക് ഒരു ലൈന്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം കറക്റ്റായിട്ട് വരും. നമ്മൾ ആ ഒരു റൗണ്ട് കറക്റ്റ് അളവിൽ ചെയ്താൽ മതി. ഒരു 1.5 ഇഞ്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം 3 ഫ്ലവേഴ്സിനുള്ള റൗണ്ടാണ് ആദ്യം വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പേപ്പറിൽ വരച്ച് കാണിക്കാതെ മെറ്റീരിയലിലേക്ക് വരച്ച് കാണിച്ചത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ലൈൻസ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു കട്ട് ബീഡ്സ് ഇതുപോലെ എടുത്തിട്ട് പിന്നെ അടുത്ത കട്ട് ബീഡ്സ് ഇതുപോലെ എടുക്കുക, ത്രെഡ് എടുക്കുക, പിന്നെ ബാക്കിലേക്ക് ഒരു കട്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ കട്ട് ബീഡ്സായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓർഡറായിട്ട് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത് കേട്ടോ. ഇതിൻ്റെ തന്നെ നെക്ക് ഡിസൈൻ ഞാൻ ഇടുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള അച്ചൂസ് ഡിസൈനിനകത്തായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഡിസൈൻ ടോട്ടലി ഡിഫറെൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള കട്ട് ബീഡ്സും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ബീഡ്സും ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബ്ലാക്ക് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ചുറ്റിനുമാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. റിംഗ് നോട്ട് പെറ്റൽസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി. പിന്നെ സെൻറ്റർ ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതുപോലെ നമുക്ക് റിംഗ് നോട്ട് ഓരോ പെറ്റൽസ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് കൊടുത്തത്. ഇനി താഴെ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ആയിരിക്കും, ഏറ്റവും താഴെ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ താഴെയും മുകളിലും വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ്, സെൻറ്ററിൽ ബ്ലാക്ക്. പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ 2 സൈഡിലും ബ്ലാക്ക്, സെൻറ്ററിൽ വൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.